നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഓണത്തിനൊരു സ്പെഷ്യൽ വിഭവമാണ്. എല്ലാവരും പക്കാവട കഴിച്ചിട്ടുണ്ട്, പക്ഷേ വെറൈറ്റി ആയിട്ടുള്ളൊരു പക്കാവട, അതായത് ചക്ക പക്കാവട. ചക്ക പക്കാവട അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചക്ക പൾപ്പ്, അതായത് പച്ചച്ചക്ക, നല്ല മൂത്ത് വിളഞ്ഞ പച്ചച്ചക്ക അരച്ചെടുത്തതെന്ന് പറയുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. അരച്ചിട്ട് അരിച്ചും കൂടി എടുക്കണം. അരിച്ചെടുത്തില്ലെങ്കിൽ ചെറിയ ചെറിയ തരി കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പക്കാവടയുടെ ചില്ലിനകത്ത് കയറി തടഞ്ഞിരിക്കുക. അപ്പോൾ പക്കാവട സ്മൂത്തായിട്ട് പോരത്തില്ല. അതുകൊണ്ട് നമ്മൾ അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കും നന്നായിട്ട്. അങ്ങനെ അരിച്ചെടുത്തത് നമുക്ക് എത്രത്തോളം വേണോ അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ എടുക്കുക. ചക്കപ്പൾപ്പ്, കടലമാവും വേണം, അരിപ്പൊടിയും വേണം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു കിലോ കടലമാവിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി എന്ന് പറയുന്ന ഒരു 300 ഗ്രാം മതി. അപ്പോൾ നമ്മൾ ഈ പൾപ്പിന് ആവശ്യമായിട്ടുള്ള ഏകദേശം കടലമാവ് ഇടുന്നു. ഏകദേശം ഒരു 1.5 കപ്പിനോടും ഉണ്ട്. അര കപ്പ് പൾപ്പാണെങ്കിൽ ഒരു കപ്പ് മിച്ചം നമുക്ക് ആവശ്യമായി വരും കടലമാവ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരല്പം ഉപ്പ്. ഈ ചക്ക പൾപ്പിന് ആവശ്യമായ ഉപ്പാണ് നമുക്ക് വേണ്ടത്. പിന്നെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ ഒരു ടീസ്പൂൺ മതി മുളക് പൊടി. കായം പക്കാവടയ്ക്ക് അത്യാവശ്യമുള്ള ഒന്നാണ്. നല്ല രുചി കിട്ടാൻ വേണ്ടി, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കായം. ഇനി ഇവയെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. നന്നായി മുറുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇളക്കി നോക്കുക. വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക പക്കാവടയ്ക്കുള്ള കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇത് നന്നായി കുഴച്ചുരുട്ടിയെടുത്തു. ഇനി ഇത് ഈ സേവാനാഴിയിലേക്ക് ഇടുക. പക്കാവടയുടെ ആ ചില്ലാണ് ഇടേണ്ടത്. ഇത് ചൂടായ എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. എണ്ണ ചൂടാക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്കതിലേക്ക് പക്കാവടയുടെ മാവ് പിഴിഞ്ഞൊഴിക്കാം. ഒരു വശം മൊരിഞ്ഞു കഴിഞ്ഞാൽ മറുവശം തിരിച്ചിടണം. പക്കാവട നന്നായി മൊരിഞ്ഞു കഴിഞ്ഞു. ഏറ്റവും നന്നായി മൊരിയാൻ നോക്കിയിരിക്കരുത്. ഒരല്പം, ഒരു 1/4 വേവാകുമ്പോഴേ നമ്മൾ എടുക്കണം. അല്ല എങ്കിൽ ഇത് അവിടെ ഇരുന്ന് തന്നെ ഇത് നല്ല കളറായിക്കുള്ളൂ. ഒരു 1/4 വേവിനെടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് പുറത്ത് ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങി വന്നോളും. ഓണത്തിന് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാമെങ്കിലും ഒരു വ്യത്യസ്തമായൊരു പലഹാരമാണ് ചക്ക പക്കാവട. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ചക്ക അരച്ചെടുത്തതിന് ശേഷം കടലമാവും അരിപ്പൊടിയും കായപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് ചക്കയുടെ പൾപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് പെട്ടെന്നുണ്ടാക്കിയ ഒരു പലഹാരമാണ് ചക്ക പക്കാവട. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.